അള്ളാഹുവിന്റെ ഹബീബിനെ തന്നെ എടുത്തേക്കണം. റസൂലുള്ളാഹി തങ്ങൾ മഷ്ഹൂറല്ലയോ, തങ്ങൾ അറിയപ്പെട്ടവരല്ലേ, തങ്ങൾ അറിയാത്തവരാരാ ഉള്ളത്? പക്ഷേ തങ്ങൾ അറിയപ്പെടണം എന്ന് കൊതിച്ചവരല്ല. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ അവർ ഫേമസ് ആവണം എന്ന് ആഗ്രഹിക്കാത്തവരാണ്. പക്ഷെ അവർ ഫേമസ് ആയിരിക്കും, ആളുകൾ അറിയും, അതിന് വിരോധമില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് ചോദിച്ചല്ലോ, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലേ, ഞാൻ പള്ളിയിൽ ആരാരുമില്ലാത്ത നേരത്തെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ വരുമ്പോ നിസ്കാരത്തിന് വാങ്ക് വിളിച്ചിട്ടില്ല. സൂര്യൻ ഉദിച്ച് ളുഹറിന്റെ മുമ്പുള്ള സമയം, അധികം ആളുകളും ജോലി തിരക്കിലോടുന്ന സമയത്ത് നബിയെ, ഞാൻ പള്ളിയിൽ വന്ന് നിസ്കരിക്കുമ്പോ ആരും അറിയരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത്. ഞാൻ നിസ്കാരം തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ആരൊക്കെയോ പള്ളിയിലേക്ക് വന്നു. ഞാൻ നിസ്കരിക്കുന്നത് അവരെ കാണുകയും ചെയ്തു. അവര് കണ്ടു എന്ന് തോന്നിയപ്പോൾ എന്റെ മനസ്സിൽ എനിക്കെന്തോ ഒരു സന്തോഷം തോന്നി. നബിയെ, ആ സന്തോഷം കൊണ്ട് എന്റെ നിസ്കാരം എനിക്ക് നഷ്ടമാകുമോ? ആ സന്തോഷം റിയായിൽ പെട്ടുപോകുമോ? ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്തതാണെന്ന് വരുമോ എന്ന് മഹാനായ റസൂലുള്ളാഹി തങ്ങളോട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വന്ന് ചോദിച്ചിട്ടുണ്ട്. നബിയെ, ഞാൻ ചെയ്തത് ആളുകൾ അറിയാനല്ല, പക്ഷേ എന്റെ നിസ്കാരം അവർ കണ്ടു എന്നറിഞ്ഞപ്പോ എന്റെ മനസ്സിൽ സന്തോഷം വന്നുപോയി. അതിന് കുഴപ്പമുണ്ടോ നബിയെ? തങ്ങൾ ചോദിച്ചു, അബൂ ഹുറൈറ, നിങ്ങളുടെ മനസ്സെന്ത് പറയുന്നു? നബിയെ, ഞാൻ ചെയ്തത് അള്ളാഹുവിന് വേണ്ടി മാത്രമാണ്. എന്നാൽ ആ ആളുകൾ അറിഞ്ഞതിൽ എനിക്ക് സന്തോഷം തോന്നിയത് ശരി തന്നെയാണ്. തങ്ങൾ പറഞ്ഞു, അള്ളാഹു നിങ്ങൾക്ക് നാളെ പരലോകത്ത് നൽകാൻ പോകുന്ന സന്തോഷത്തിന്റെ ഒരംശം ഇവിടെ തന്നതാണെന്ന് മനസ്സിലാക്കിക്കോളൂ. അള്ളാഹു നിങ്ങൾക്ക് രഹസ്യമായി അമല് ചെയ്തതിന്റെ കൂലിയും ഒരു അമല് പരസ്യമാക്കിയതിന്റെ കൂലിയും 2 പ്രതിഫലം അള്ളാഹു നിങ്ങൾക്ക് നൽകുന്നു. ആരാരും അറിയാത്ത ഒരു നേരത്തെ നിങ്ങൾ നിസ്കരിച്ച നിസ്കാരം സിർറായ അമലാണ്. ആ സിർറ് രഹസ്യമാക്കി വെച്ചതിന് കൂലിയുണ്ട്. എന്നാൽ നിങ്ങൾ അറിയാതെ 4 ആള് അത് വന്ന് കാണാനിടയായത്, നിങ്ങളെ പോലെയുള്ള ഒരാൾ സുന്നത്ത് നിസ്കരിക്കുമ്പോ ആ കാണുന്നവർക്ക് അങ്ങനെ നിസ്കരിക്കാൻ അത് പ്രചോദനമാണ്. അതുകൊണ്ട് അവർ അമല് പരസ്യമായി ചെയ്തതിന്റെ കൂലിയും രഹസ്യമായി ചെയ്തതിന്റെ കൂലിയും 2 പ്രതിഫലം നിങ്ങൾക്കുണ്ട് അബൂ ഹുറൈറ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഒരു മനുഷ്യൻ പ്രശസ്തി ആഗ്രഹിക്കാൻ പാടുള്ളതല്ല. ഇത് എല്ലാവർക്കും അങ്ങനെയാണ്.